Hello children, today we are continuing the lesson 4, human body. Lesson 4, human body. Okay, and today we are going to study the muscular system. The previous class we discussed about the joints. And joints എന്ന് പറയുന്നത് രണ്ട് ബോൺസ് തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഭാഗമാണ്. ആ ബോൺസിനെ തമ്മിൽ കണക്ട് ചെയ്ത് എന്ത് കാണപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞു, ലിഗമെന്റ്സ് കാണപ്പെടുന്നു. അപ്പൊ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് മസ്കുലാർ സിസ്റ്റം ആണ്. ഈ മസിൽസ് ബോൺസും തമ്മിലുള്ള ജോയിന്റ് ആയിട്ടുള്ള പ്രവർത്തനം വഴിയാണ് നമുക്ക് നമ്മുടെ ബോൺസ് ചലിപ്പിക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ വിത്ത് ഹെൽപ്പ് ഓഫ് മസിൽസിൻ്റെയും കൂടെ ഹെൽപ്പ് ഉണ്ടെങ്കിലേ നമ്മുടെ ബോണുകൾ, അസ്ഥികൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാഗങ്ങൾ നമുക്ക് ചലിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ മസിൽസും ബോൺസും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മസിൽസ് ആൻഡ് ടെൻഡൻസ് ഇൻ ദ ബോഡി മേക്ക് അപ്പ് ദ മസ്കുലാർ സിസ്റ്റം. മസിൽസും പിന്നെ എന്തും കൂടി പറയുന്നുണ്ട്, ടെൻഡൻസ്. മസിൽസും ടെൻഡൻസും അതുപോലെ ഈ ലിഗമെന്റ്സ് പോലെ നാരുകൾ പോലെയുള്ള ഭാഗമാണ് എന്ത്, ടെൻഡൻസ്. അപ്പോൾ മസിലിനെയും ബോൺസിനെയും തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത് ഈ ടെൻഡൻസ് വഴി ആണ്. അപ്പോൾ ഈ ചിലപ്പോൾ എന്താണ്, മസിൽസ് ബോൺസിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മൂലമാണ് നമുക്ക് ബോൺസ് ചലിപ്പിക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ബോൺസ് മസിൽസ് പെയറായിട്ട് ജോഡിയായിട്ട് വർക്ക് ചെയ്യുന്നത്, റിലാക്സ് ചെയ്യുകയും അതിൻ്റെ കോൺട്രാക്ട് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് അത് നമ്മുടെ കൈകളും കാലുകളും നമുക്ക് ചലിപ്പിക്കാൻ പറ്റും. നമ്മൾ ഈ കൈ ജസ്റ്റ് നമ്മളുടെ ഇവിടെ മസിൽസ് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നതും അല്ലെ എക്സ്പാൻഡ് ചെയ്യുന്നതും ഒക്കെ നമ്മൾക്ക് അറിയുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ മസിൽസും ടെൻഡൻസും ഒക്കെ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്, മസ്കുലാർ സിസ്റ്റം എന്ന് പറയുന്നു. Okay, the muscles contract or shorten and relax. Muscles contract ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് റിലാക്സ് alternately to make body parts move. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ബോഡി പാർട്സ് മൂവ് ചെയ്യുവാൻ സാധിക്കുന്നത്. We have more than 600 muscles in our body. നമ്മുടെ ശരീരത്തിൽ എത്രയുണ്ട്, 600 മസിൽസ് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. ഓക്കെ, ആൻഡ് അറ്റാച്ച്ഡ് ടു ദ ബോൺസ് ബൈ ടെൻഡൻസ്. ഈ മസിൽസുകളെ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഏതുവഴിയാണ്, ടെൻഡൻസ് വഴിയാണ്. അപ്പോൾ ടെൻഡൻസ് മൂലമാണ് മസിലുകളെയും ബോണുകളെയും തമ്മിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഈ മസിൽസ് നമ്മുടെ ശരീരത്തിൽ ഏകദേശം 600 മോർ ദാൻ 600 മസിൽസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ മസിൽസിന്റെ കോൺട്രാക്ഷനും റിലാക്സേഷന്റെയും ഫലമായിട്ടാണ് നമ്മുടെ ബോൺസ് നമുക്ക് മൂവ് ചെയ്യുവാൻ സാധിക്കുന്നത്. Then types of muscles. എത്ര തരത്തിലുള്ള മസിൽസ് ആണ് നമ്മുടെ ശരീരത്തിലുള്ളത് എന്നറിയണ്ടേ? അപ്പോൾ നമ്മുടെ മസിൽസ് ക്യാൻ ബി ഐദർ വോളണ്ടറി ഓർ ഇൻവോളണ്ടറി. മസിൽസ് എന്ന് പറയുന്നത് ഒന്നുകിൽ വോളണ്ടറി ആണ് അല്ലെങ്കിൽ ഇൻവോളണ്ടറി ആണ്. എന്ന് പറഞ്ഞാൽ ദ മസിൽസ്, ചില മസിൽസ് എന്ന് പറയുന്നത് എന്താണ്, വോളണ്ടറി ആണെന്ന് പറയും. അതായത് നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച്, നമ്മുടെ വില്ലിനനുസരിച്ച്, നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മൾക്ക് ആ മസിൽസിനെ ചലിപ്പിക്കാൻ സാധിക്കുന്നു. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൈ പൊക്കാം, അപ്പോഴാണ് നമ്മൾ പൊക്കുന്നത് അല്ലേ, കൈ ഇങ്ങനെ താത്തിയിടുക, അപ്പോൾ നമ്മൾ താത്തിയിടുന്നത്. അപ്പം നമ്മളുടെ ഇച്ഛയ്ക്കനുസരിച്ചാണ് നമ്മളുടെ ഈ മസിൽസ് ഒക്കെ പ്രവർത്തിക്കുന്നത്. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് നമ്മുടെ ഈ മസിൽസിന് കാലുകളെയും ഒക്കെ പ്രവർത്തിക്കാൻ സാധിക്കും. അല്ല, കൈ അനക്കാതെ വെച്ചേക്കാം, മസിൽസിന് പ്രവർത്തനമില്ലാതെ, അത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എന്താണ്, വോളണ്ടറി ആണെന്ന് പറയും. അതായത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന മസിൽസ് ആണ് ഇവയൊക്കെ. നമുക്കത് ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മളത് ചലിപ്പിക്കുന്നത്. The muscles can be either voluntary or involuntary. The muscles whose movements we can control. The muscles movements we can control are called
voluntary muscles such as those of our arms, legs, face. ഈ ഫേസ് എല്ലാ മസിൽസും നമുക്ക് കൺട്രോൾ. നമ്മുടെ ശരീരത്തിൽ ഈ മസിൽസ് ഉള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഒന്ന് ചിരിക്കാൻ പറ്റുന്നതും കുതിച്ചു ചാടാൻ പറ്റുന്നതും എല്ലാം ചെയ്യാൻ പറ്റുന്നതും എന്താണ്? മസിൽസിന്റെ പ്രവർത്തനം മൂലമാണ്. And some muscles are involuntary. അത് നമ്മളുടെ ഇച്ഛയ്ക്കനുസരിച്ചല്ല അവയൊക്കെ പ്രവർത്തിക്കുന്നത്. Some muscles are involuntary. Involuntary എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് അല്ല അത് പ്രവർത്തിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഹാർട്ടിൽ മസിൽസ് ഉണ്ട്. അപ്പോൾ ഹാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനാണ് ഹാർട്ട് എന്ന് പറയുന്നത്, അല്ലേ? കണ്ടിന്യൂസ് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹാർട്ട്. ആ ഹാർട്ടിന്റെ ബീറ്റ് അല്പസമയം നമ്മൾക്ക് സ്റ്റോപ്പ് ചെയ്ത് പിടിക്കാൻ സാധിക്കുമോ? ഇല്ല. വാട്ട് വിൽ ഹാപ്പൺ? നമ്മൾ മരിച്ചു പോകും. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഹാർട്ട് ബീറ്റ് കുറച്ച് നേരം നിർത്തി പിടിക്കാം എന്ന് വിചാരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അത് ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഹാർട്ടിലെ മസിൽസ് ഇൻവോളണ്ടറി ആണ്. വി കനോട്ട് കൺട്രോൾ ദാറ്റ് മസിൽസ്. They are called involuntary muscles. Example, ഹാർട്ട്. പിന്നെ അതുപോലെ ഇൻഡസ്റ്റൈനിലുള്ള കുറച്ച് ഹാർട്ട്, കിഡ്നി, ലങ്സ്, അതുപോലെ ഇൻഡസ്റ്റൈനല്ല, ഫുഡ് കനാലിൽ ഒരു തരംഗ രൂപത്തിലുള്ള പെരിസ്റ്റാൾസിസ് എന്നൊക്കെ പറഞ്ഞ ചലനം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മൂവ്മെന്റ്സിനെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൺട്രോള് ചെയ്യാൻ പറ്റില്ല. അവിടെയുമുള്ള മസിൽസിന്റെ പ്രവർത്തനം മൂലമാണ് അവിടെയും മൂവ്മെന്റ്സ് സാധ്യമാവുന്നത്. സോ ദ ഹാർട്ട്, ലങ്സ്, kidney and food canal, that muscles we cannot control. They are called involuntary muscles. ഇത്തരം മസിലുകളെ നമ്മൾ എന്താ പറയുന്നത്? ഇൻവോളണ്ടറി മസിൽസ് എന്നാണ് പറയുന്നത്. What are the two types of muscles in our body? Voluntary muscles and involuntary muscles. Okay. അപ്പോൾ ഇച്ഛയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന മസിലുകളുമുണ്ട്, നമ്മളുടെ ഇച്ഛയ്ക്ക് അല്ലാതെ പ്രവർത്തിക്കുന്ന മസിലുകളും ഉണ്ട്. ഓക്കെ, നമ്മുടെ ഈ മസിലുകളെ റിബ്കേജ് പ്രൊട്ടക്ട് ദ ഓക്കെ, നമ്മുടെ ഈ മസിലുകളെ എങ്ങനെയാണ് നമുക്കതിനെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്? നമുക്ക് എങ്ങനെയാണ് മസിലുകളെ ഹെൽത്തി ആയിട്ട്? എക്സസൈസ് ഓൾവേസ് ടോൺസ് ദ മസിൽസ് ആൻഡ് മേക്സ് ദ സ്ട്രോങ്ങർ. എക്സസൈസ് ആണ് മസിൽസിനെ സ്ട്രോങ്ങർ ആകുന്നത്. അപ്പൊ നമ്മൾ എക്സസൈസ് ചെയ്താൽ നല്ല മസിലൊക്കെ നല്ല സ്ട്രോങ്ങർ ആകും. ഓക്കെ, വാക്കിംഗ്, ജോഗിങ്, സ്വിമ്മിങ് ഇങ്ങനെയുള്ളതെല്ലാം എക്സസൈസസ് ആണ്. ദീസ് ഓൾ ആർ ഗുഡ് എക്സസൈസ്, മേക്ക് അവർ മസിൽസ് സ്ട്രോങ്ങർ. It is because the muscle that we can stand or sit and also necessary to stand erect and sit straight, not slow. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ മസിൽസ് എപ്പോഴും നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഇരിക്കാൻ ശ്രമിക്കണം. നമ്മൾ ബെൻഡ് ചെയ്താണ് എപ്പോഴും നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരവും അങ്ങനെ ബെൻഡായി പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഷോൾഡർ ഒക്കെ നമ്മൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ നിൽക്കുവാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഷോൾഡേഴ്സും ഇപ്പം നമ്മുടെ മുതുകത്തൊക്കെ ഷോൾഡേഴ്സൊക്കെ ബെൻഡ് ചെയ്ത് വരുന്നത് നമ്മൾ കറക്റ്റ് ബോഡി പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യണം. നമ്മുടെ ബോഡി പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇരിക്കണം? നമ്മൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നന്നായിട്ട് ഇരിക്കണം. അതല്ലാതെ എപ്പോഴും നമ്മൾ കൂനിയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ബെൻഡ് നമ്മുടെ ബാക്കിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ സിറ്റ് സ്ട്രെയിറ്റ്, ഡെവലപ്പ് എ ഗുഡ് പോസ്റ്റർ. സിറ്റ് സ്ട്രെയിറ്റ്, ഡെവലപ്പ് എ ഗുഡ് പോസ്റ്റർ. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക, നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ ഡെവലപ്പ് ചെയ്ത് എടുക്കുക. ഓക്കെ, ആൻഡ് യു സീ ചില നമ്മുടെ വില്ലേജ് വുമൻസ് ഒക്കെ തലയിൽ ഒരുപാട് പോട്ട് ഇങ്ങനെ വെള്ളം എടുക്കാൻ പോകുന്നതാണ്. അവർ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് 4-5 പോട്ട് കല ഇങ്ങനെ അടുക്കി വെച്ച വെള്ളം എടുത്ത് ദൂരത്തിൽ നിന്ന് വരുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവർ ഹെഡ് കൈ കൊണ്ടൊന്നും പിടിക്കാറില്ല. അവരുടെ ബോഡി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് അവർ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അത് സ്ട്രെയിറ്റ് ആണ് നമ്മുടെ ബോഡി എങ്കിൽ ചരിഞ്ഞു കഴിഞ്ഞാൽ അത് മറിഞ്ഞു വരും. സ്ട്രെയിറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വെള്ളത്തിനെ കൈകൊണ്ട് പോലും തൊടാതെ അത്രയും വെള്ളം നമ്മുടെ ഹെഡ് കൊണ്ട് ഹോൾഡ് ചെയ്ത് നമുക്ക് എത്തിക്കാൻ സാധിക്കും. സോ നമ്മുടെ ബോഡി അപ്പോൾ ഇറക്റ്റ് ആയിരിക്കണം. ഇറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ.
ഓക്കെ വിലക്ക്. അപ്പോൾ നമ്മളെപ്പോഴും ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കും അല്ലേ, കുറേ നമ്മളിപ്പോൾ സ്കൂളിലൊന്നും പോകുന്നില്ല. അപ്പം നമ്മൾ കുറേ നേരം നമ്മൾ വീട്ടിലിരിക്കുമ്പോഴാണേലും നമ്മൾ പഠിക്കുമ്പോഴാണേലും വലിയ അറ്റൻഡിങ് ഗൂഗിൾ മീറ്റിലാണേലും മിസ് എപ്പോഴും പറയാറുണ്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. നമ്മൾ ആ ഇരിക്കുന്ന സമയത്തൊക്കെ നല്ല ഷോൾഡറൊക്കെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഇരിക്കുക. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് നല്ല ഒരു പോസ്റ്റർ, നല്ല ഒരു ആകൃതി, നല്ല ഒരു സ്ട്രക്ചർ തന്നെ നമ്മുടെ ശരീരത്തിന് വരും. നമ്മൾ എന്താണോ ശീലിക്കുന്നത്, നമ്മൾ കുനിഞ്ഞിരിക്കുവാണെങ്കിൽ നമ്മുടെ ബോഡിയും അങ്ങനെ ബെൻഡായി പോകുവാനുള്ള ചാൻസസ് ഉണ്ട്. സോ ചിൽഡ്രൻ, ടുഡേ വി സ്റ്റഡീഡ് അബൌട്ട് ദ മസ്കുലാർ സിസ്റ്റം ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ 600 മസിൽസ് നമ്മുടെ ശരീരത്തിലുണ്ടെന്ന് പഠിച്ചു. അപ്പോൾ മസിൽസിനെയും ബോൺസിനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ഭാഗത്തിനെ നമ്മൾ ടെൻഡൻ എന്ന് പറഞ്ഞു. പക്ഷേ ജോയിന്റ് നമ്മൾ പഠിച്ചപ്പോൾ 2 ബോണുകൾ തമ്മിൽ ചേരുന്ന ഒരു ഭാഗത്തിനെ നമ്മൾ പറഞ്ഞു. അതിനെ കണക്ട് ചെയ്യുന്ന ഒരു ചരട് പോലെ ഒരു ഭാഗം കാണപ്പെടും. അതിനെ പറയുന്നത് ലിഗമെന്റ്സ്. അപ്പോൾ ലിഗമെന്റ്സും ടെൻഡൻസ് എന്ത് ചെയ്യുന്നു, ബോൺസിനെയും മസിലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഈ ടെൻഡൻസ് വഴിയാണ്. അപ്പോൾ മസിൽസ് എത്രയുണ്ട്, 600ഓളം മസിൽസ് നമ്മുടെ ശരീരത്തിലുണ്ട്. വാട്ട് ആർ ദ 2 types of muscles? Voluntary muscles and involuntary muscles. So children, read this lesson nicely. Thank you children.